ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ നിങ്ങളുടെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആവാനും നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് എന്താവശ്യം? നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രം മതി നമുക്ക്. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്ന കാർഡ്സ് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് ഹീലാവാനാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റോ കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൽ പറഞ്ഞിട്ട് സോറി പറയാനും പറയുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ കാണുന്ന റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്സ് കാർഡാണ്. എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് അവർ അത്രമേൽ ആഗ്രഹിക്കുന്നതും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. നിങ്ങളെ കാണാനായിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അത് മിസ് ചെയ്തു പോയി. അവർക്ക് ചുറ്റിലും 4 കപ്സ് ഉണ്ട്. ഈ 4 കപ്സ് അവർക്ക് വന്ന ഓരോ സാഹചര്യമാവാം നിങ്ങളെ കാണാനായിട്ട്. ഈ 4 കപ്സ് എന്ന് പറയുന്നത് സാഹചര്യത്തെയും നമ്മൾ കാണാം, അല്ലെങ്കിൽ 4 മാസം മേലെ ആയിട്ട് നിങ്ങളും അവരും തമ്മിൽ കണ്ടിട്ട് ഒന്ന് സംസാരിച്ചിട്ട് എന്ന് കാണിക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഒരു 4ൻ്റെ കണക്കാണ് ഇതിൽ വരുന്നത്. 4 ദിവസമാവാം, 4 മാസമാവാം. അതിനുള്ളിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടും കണക്കാക്കാം. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാലേ 3 ഓഫ് പെൻഡക്കിളാണ്. 3 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടീം ലീഡർ, കുറച്ച് പേരെ നയിക്കുന്ന അങ്ങനെ ഒരു കരിയറുള്ളൊരു പേഴ്സണാണ് കാണിക്കുന്നത്. അവർ ഒന്നല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ 3 ഓഫ് പെൻഡക്കിൾ കാണിക്കുന്നത്. മേ ബി നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാവാം ചിലപ്പോൾ കണ്ടുമുട്ടിയത്, അങ്ങനെയും ആവാം. എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ മേഖലകളുണ്ടാവും, അങ്ങനെയും സാഹചര്യമാവാം. അവിടെ വെച്ച് കണ്ടുമുട്ടിയ എനർജീസും ഉണ്ടാവാം. മനസ്സിലായോ? അറിവുള്ളൊരു പേഴ്സണാണ്, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് കഴിവുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ടീച്ചിങ് ആവാം, ലോ ആവാം. അങ്ങനെയുള്ള എനർജീസ് വരുമ്പോഴാണ് നമുക്ക് 3 ഓഫ് പെൻഡക്കിൾ കാർഡ് കിട്ടുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തന്നെയാണ് 3ാമത്തെ കാർഡ് കാണിക്കുന്നത്. ഒരു ടവർ എനർജിയാണ്. ടവർ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള സാഹചര്യം മാറി പുതിയൊരു സാഹചര്യം. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നടു പിളർന്നു എന്ന് പറയാം. എന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു. ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ടവർ തകരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നത്? പ്രകാശമാണ് വരുന്നത്. ആ പ്രകാശം എന്തായിട്ട് കണക്കാക്കാം? നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അവർ അത്രമേൽ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്ട്സ് ഒക്കെ ആവാം, എങ്കിലും അത് നിങ്ങൾക്കുള്ള പ്രതീക്ഷയുടെ ടവറാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 4 ഓഫ് കപ്സും 3 ഓഫ് പെൻഡക്കിളും ദ ടവറും കഴിഞ്ഞു. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് വാൺസ് കാർഡാണ്. എന്താണ് 6 ഓഫ് വാൺസ് കാർഡ്? ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. മറ്റുള്ളവർ കുറച്ച് പേര് നോക്കുമ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നൊരു വ്യക്തി ആയിരിക്കണം. ആ ഒരു വ്യക്തി അവർക്ക് ചുറ്റും ഇത്ര പേരൊരു എന്താ പറയുക, ലീഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കണം. ആ ഒരു പേഴ്സൺ ആരൊക്കെ അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അവർ എത്രമേൽ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്.
നിങ്ങളിലാണ് അവരുടെ ലൈഫ് ഇരിക്കുന്നതെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് നേരെ വരുന്ന പ്രകാശം നിങ്ങളിലേക്കുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നോ കോണ്ടാക്ട്സ് ആയിരിക്കാം, എങ്കിലും നിങ്ങളിലേക്കുള്ള സാധ്യതകളാണ് യൂണിവേഴ്സ് ഈ 4 കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവരുടെ പ്രവൃത്തി മേഖലയിൽ ഇപ്പോൾ അവർക്ക് എന്തോ ഒരു പുരോഗതി സംഭവിച്ചതായിട്ട് കാണിക്കുന്നു. മറ്റുള്ളവരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഏത് കരിയറാണോ ചൂസ് ചെയ്തതെങ്കിൽ ആ ഒരു മേഖലയിൽ അവർക്ക് എന്തൊക്കെ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ 10 പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം അവർ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. അവരുടെ കരിയർ വൈസ് നോക്കുമ്പോൾ കേട്ടോ, അവരുടെ കരിയർ വൈസാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയാണ് അവർ മാറിപ്പോയെങ്കിൽ അവരിലേക്ക് എല്ലാം യൂണിവേഴ്സ് അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ 4 കാർഡ്സിൽ ഈ 6 ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്. അങ്ങനെ മീൻ ചെയ്യുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒത്തിരി എനർജീസ് ആണല്ലോ, അപ്പോൾ അവരവരുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവുന്നത് സ്വീകരിക്കുക. എന്നാൽ അതൊക്കെ അവർ നേടിയെടുക്കുമ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ലവ് കണക്ഷനിൽ പുരോഗതി തന്നെയാണ്, പുതിയ തുടക്കം തന്നെയാണ്, ഫൂൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും തന്നെയാണ് ഇവിടെ ഈ 5ാമത്തെ ഫൂൾ കാർഡ് കാണിക്കുന്നത്. വേറെ ഒന്നും അതിൽ പറയാനില്ല. നിങ്ങളോട് അവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാനായിട്ട് വരികയാണ്. ഇതുവരെ നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ അവർക്ക് ഉണ്ടായ അച്ചീവായിട്ടുള്ള അവർ ചെയ്ത കാര്യങ്ങൾ, അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ആ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അവർക്ക് കിട്ടിയ സന്തോഷവും അവരുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫും കളർഫുൾ ആവും അല്ലേ? അപ്പോൾ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർഡാണ് 2 ഓഫ് കപ്സ് കാർഡ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നിക്കാൻ പോകുന്നു എന്നാണ് 2 ഓഫ് കപ്സ് കാർഡ്. 2 കൈകളും ചേർത്ത് പിടിച്ചിരിക്കുന്ന, കോർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെ 2 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. അത്രമേൽ അവർ മനസ്സിലാക്കുകയാണ്, എൻ്റെ ലൈഫിൽ എൻ്റെ സോൾമേറ്റാണ് അവർ. എത്രയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അകന്നു പോയാലും എൻ്റെ ഓർമ്മകൾ ഓരോ ദിവസം ചെല്ലും തോറും ലഹരിയായിട്ട് നിന്നിലേക്ക് വരുന്നു. നീ എൻ്റെ സോൾമേറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ നിമിഷം മുതൽ ഞാൻ അറിയാണ്, ഇതുവരെ കണ്ട മറ്റുള്ളവരെ പോലുള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങൾ. എൻ്റെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കിയിരുന്ന ഞാനെന്ന വ്യക്തിയെ അത്രമേൽ അറിയുന്നൊരു പേഴ്സണാണ്. വേറെ എവിടെയൊക്കെ ഞാൻ പോയിട്ടും എനിക്ക് അത്രയ്ക്കൊരു കണക്ഷൻ തോന്നിയിട്ടില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന പേഴ്സണോടുള്ള വികാരമാണ്. നിങ്ങളാണ് എൻ്റെ ലൈഫിൽ എൻ്റെ അവസാനം വരെ ഉണ്ടാവുക എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. നിങ്ങളുമായിട്ട് എനിക്ക് പുതിയൊരു ജീവിതം വേണം, പുതിയൊരു തുടക്കം വേണമെന്ന് ഈ 2 ഓഫ് കപ്സ് കാർഡ് കാണിക്കുകയാണ്. 3 ഓഫ് കപ്സ് കാർഡാണ് അടുത്തത് കിട്ടിയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒത്തുചേരലാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത്, നിങ്ങളുടെ സിബ്ലിങ്സോ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലോ ഇനി വരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു റിയൂണിയൻ സാധ്യമാകാനുള്ള ചാൻസ് കുറച്ച് പേരുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ആ ഒരു സംഗമം ഉണ്ടാവാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണായിട്ടൊരു കാണാനായിട്ടുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് കാണിക്കുന്നു എന്ന് തന്നെയാണ് 3 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നൈറ്റ് ഓഫ് കപ്സ് ആണ്. എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം പറയാനായിട്ട് വരുന്നു. ഒരു കൈ നിറച്ച് ഫ്ലവറും പിടിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എന്താണത്? നിങ്ങളോട് ഇത്ര നാളും അവർക്ക് ഉണ്ടായിരുന്ന ആ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒത്തിരി എനർജീസ് ഉണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് വരുന്നു. നിങ്ങളോട് സ്നേഹം ഓരോന്നായിട്ട് പറഞ്ഞ്, ഇത്ര നാളും എന്താണ് എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞ് നിങ്ങളോട് എന്താ പറയുക, സ്നേഹം തുറന്നു പറയാൻ നിൽക്കുകയാണ്.
ഇനി നീയില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. 2 ഓഫ് കപ്സ് കാർഡും നൈറ്റ് ഓഫ് കപ്സ് കാർഡും എന്താ കാണിക്കുന്നത്? 3 കപ്സ് കാർഡ് അടുപ്പിച്ച വന്നിരിക്കുന്നത്. 2 ഓഫ് കപ്സും 3 ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തുന്നു തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്ന വികാരം അത് എത്ര എന്താ പറയുക ക്ലോസ് ചെയ്ത ഒരു പോയ സംഭവമാണെങ്കിലും അത് ജെനുവിൻ ആണെങ്കിൽ ആ ആഗ്രഹിച്ച പേഴ്സണിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടാവാം. അത് നിങ്ങളൊക്കെ അതിൻ്റെ ഒരു കർമ്മ അതിൽ പോയി എന്ന് വിചാരിക്കാം. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റിലോ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫലം അത് അവസാനിക്കുമ്പോൾ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. യൂണിവേഴ്സിൽ വിശ്വസിക്കുക കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഉള്ളിനുള്ളിലുള്ള ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ നിങ്ങളിലേക്ക് എത്തും. വളരെ കുറച്ച് സമയമേ വേണ്ടൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് നാളുകളെ വേണ്ടൂ. അത് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഉറപ്പുള്ള എത്ര എനർജീസ് ഉണ്ട്. അത് ഉറപ്പിച്ചോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ചെറിയൊരു കർമ്മ ഉണ്ട്, അത് അവസാനിക്കണം. അത് നിങ്ങളെ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യമാണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഒരു ലക്ക് എന്ന് പറയുന്നത്. എന്താ? നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്ര ആഴത്തിലാണ് ആ പ്രണയം നിൽക്കുന്നതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നു. കൂടെയുള്ളപ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല എത്രയാണ് അവരുടെ സ്നേഹം. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ചോദിക്കും. അപ്പോൾ അവർ പറയും സ്നേഹമുണ്ട്. നിനക്ക് എന്നോട് തിരിച്ച് സ്നേഹമുണ്ടോ ചോദിക്കും. സ്നേഹമുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ കൂടെ ഉണ്ടായാൽ നമ്മൾ അനുഭവിക്കുമോ? ആ സ്നേഹം എത്രയാന്ന് അറിയോ? നമുക്ക് കൂടെ ഉള്ളപ്പോൾ നമുക്കറിയോ? ഇല്ലല്ലോ. നമ്മളൊന്ന് പിരിഞ്ഞ് നിൽക്കണം. 1 ദിവസമോ 2 ദിവസമോ ദിവസങ്ങളോ ഒന്ന് മാറി നിൽക്കുമോ? അപ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ പേഴ്സൻറ്റേജ് പറയില്ലേ, എത്ര പേഴ്സൻറ്റേജാണ് നിങ്ങളെ സ്നേഹിക്കാന്ന്. നമ്മൾ ചിലവരൊക്കെ കണ്ടിട്ടില്ലേ, ഈ കാർഡ്സൊക്കെ വെച്ച് നോക്കൂലേ എത്ര പേഴ്സൻറ്റേജാണ് ലവ് ഉള്ളതെന്ന്. ഇത് പറയാൻ പറ്റില്ല. 100 അതിന് മേലേക്കാണ് നിങ്ങളുള്ള സ്നേഹം. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു പടി മേലേക്ക് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതിങ്ങനെ അവർ കുറേ പേരൊക്കെ പ്രകടിപ്പിക്കില്ലാന്നേ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരനുഭവിച്ച കാര്യമാണ്. ആ വേദന ഉണ്ടല്ലോ, കാണാതിരിക്കുന്ന വേദന, അത് അനുഭവിച്ചതാണ്. ഇത്രമേൽ ആഴത്തിലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എത്രയും പെട്ടെന്ന് നിന്നിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഒരു കിങ്ങിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത്. കിങ് ഓഫ് വാൺസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മുന്നേ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. അവർ എടുക്കണോ വേണ്ടയോ, എന്താ മറ്റുള്ളവർ വിചാരിക്കുക, എൻ്റെ ഫാമിലി എന്താ വിചാരിക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു ആദ്യം. എന്നാൽ അവർ ഇപ്പോൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് വരിക പറയില്ലേ, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി എനിക്ക് എൻ്റെ പേഴ്സണെ വിട്ടു പോകാൻ പറ്റില്ല. ആരൊക്കെ എതിർത്താലും ഞാൻ എൻ്റെ പേഴ്സണെ സ്വന്തമാക്കും. എൻ്റെ ലൈഫ് എൻ്റെ വരെ ആ പേഴ്സൺ ഉണ്ടാവും. ഇത്രമേൽ സ്നേഹം തരാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല. ഞാനത് ഇന്ന് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പേഴ്സണിലേക്ക് ഓടിയെത്താൻ തോന്നുക അല്ലേ? ഇന്ന് മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തന്നെയാണ് ഇത്രയും കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ നിശ്ചയമാണ് എടുത്തിരിക്കുന്നത്. കിങ്ങിൻ്റെ എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഒരു രാജാവ് ഒരു തീരുമാനമെടുത്ത് അതിൽ മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ നിന്ന് ഈ കാർഡ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നിരിക്കുന്നത്. കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ കുറച്ച് നമ്പേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 33 ജി എന്ന് പറഞ്ഞ ലെറ്റർ, 30 20 അത് നിങ്ങളുടെ ഏജ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ട ഡേറ്റുകളാവാം.
Number 6, letter R. 15, letter A, H, M, E, letter P, 40, 36, letter K, letter V. ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൻ്റെയോ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആവാം, പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന ഡേറ്റ് ആവാം, നിങ്ങളുടെ ഏജ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വാല്യൂഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക കേട്ടോ. മനസ്സിലായോ? കുറച്ച് ദിവസമായിട്ട് വോയിസൊക്കെ നല്ല പ്രശ്നമായിരുന്നു, റീഡിങ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അത്രയ്ക്കും എന്താ പറയുക, വോളിയം കൂട്ടിയിട്ട് സംസാരിക്കാത്തത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വരാനായിട്ടും ഡിലേ ആയതും. വോയിസ് കുറച്ച് ക്രാക്കിംഗ് ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. സ്നേഹം എന്ന് പറയുന്നത് ദിവ്യമായ ഒന്നാണ് അല്ലേ? അത് എത്ര പവിത്രമാണെന്ന് അതനുഭവിച്ചവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന ഓരോരുത്തരും അത്രമേൽ ആഗ്രഹിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ജെനുവിനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ പിരിക്കില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് മാനിഫെസ്റ്റ് ചെയ്ത് സാധിച്ചെടുക്കാൻ സാധിക്കും. യൂണിവേഴ്സിനോട് നല്ല കാര്യങ്ങൾ, നല്ല ശുദ്ധ മനസ്സോട് കൂടിയിട്ട്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനൊന്നും പോകരുത്. നമ്മൾ എല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും യൂണിവേഴ്സ് നല്ലത് വരുത്തുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും. എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ്.